ഹരി ഓം. ഏവർക്കും നമസ്കാരം. ഏകാദശികളിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ സാക്ഷാൽ വൈകുണ്ഠനാഥന്റെ അനുഗ്രഹം ചൊരിയുന്ന സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി സമാഗതമാകുന്നു. ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണിത്. ഗുരുവായൂർ കണ്ണന്റെ സന്നിധിയിൽ ഈ ദിവസം അതിവിശേഷമാണ്. ഈ വർഷം 2025 സ്വർഗവാതിൽ ഏകാദശി വരുന്നത് എന്നാണെന്നും വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ചില കലണ്ടറുകളിൽ ഡിസംബർ 30-നാണ് ഏകാദശി എന്ന് കാണാറുണ്ടെങ്കിലും ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഉദയത്തിന് ഏകാദശി തിഥി വരുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കുന്നത്. അതുകൊണ്ട് കണക്കുകൾ പ്രകാരം 2025-ലെ സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഡിസംബർ 31 ബുധനാഴ്ചയാണ്. പുതുവത്സരത്തിന് തൊട്ടുമുൻപുള്ള ഈ ദിവസം ഭഗവാനെ ഭജിച്ചു തുടങ്ങാം എന്നത് വലിയൊരു പുണ്യമാണ്. ഇനി എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടതെന്ന് നോക്കാം. 3 ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം പൂർത്തിയാകുന്നത്. ദശമി തലേ ദിവസം ഡിസംബർ 30 ചൊവ്വാഴ്ചയാണ് ദശമി. അന്നേ ദിവസം ഒരിക്കൽ വ്രതമെടുക്കുക. അതായത് ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക. ബാക്കി സമയം ലഘുഭക്ഷണമാകാം. ഏകാദശി വ്രതദിവസം ഡിസംബർ 31 ബുധനാഴ്ചയാണ് പ്രധാനപ്പെട്ട ഏകാദശി ദിവസം. അന്ന് പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. അതിന് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കി ഗോതമ്പോ പഴങ്ങളോ അവിലോ കഴിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനം, ഏകാദശി ദിവസം പകലുറങ്ങാൻ പാടില്ല. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് സമയം ചിലവഴിക്കുക. ദ്വാദശി പാരണവീടൽ പിറ്റേ ദിവസം, അതായത് 2026 ജനുവരി 1 വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രദർശനം നടത്തിയോ തുളസി തീർത്ഥം കുടിച്ചോ വ്രതം അവസാനിപ്പിക്കാം. ഇതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ഈ ദിവസം വൈകുണ്ഠത്തിന്റെ വടക്കേ വാതിൽ തുറന്നുകിടക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വിഷ്ണു സായുജ്യം ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഈ വിവരം മറ്റുള്ളവരിലേക്കും എത്തിക്കൂ. കൂടുതൽ ഭക്തി സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹരി ഓം.